അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസമാണ് കാബൂളിൽ വലിയ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാൻ വ്യോമസേന നടത്തിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. കാബൂളിൽ വമ്പൻ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയായിരുന്നു. ഈ സ്ഫോടന ശബ്ദത്തിൽ ആർക്കും പരിക്കില്ല എന്ന് പറയുമ്പോഴും തെഹ്രീക്കെ താലിബാൻ്റെ നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം പല ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചതാണ്. പക്ഷേ ഇപ്പോഴും താലിബാൻ പറയുന്നത് ഈ ആക്രമണത്തിൽ, ഈ ബോംബ് സ്ഫോടനത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ താലിബാൻ, അതായത് താലിബാൻ്റെ പ്രോക്സി ആയിട്ടുള്ള തെഹ്രീക്കെ താലിബാൻ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാനിൽ നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. തെഹ്രീക്കെ താലിബാൻ ഹാസ് ക്യാരിഡ് ഔട്ട് എ മാസീവ് സൂയിസൈഡ് അറ്റാക്ക് ഓൺ ദ പാകിസ്ഥാൻ പോലീസ് ട്രെയിനിങ് കോളേജ് ഇൻ DI ഖാൻ ഡിസ്ട്രിക്റ്റ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് പാകിസ്ഥാൻ ട്രെയിനിങ് കോളേജിൽ വലിയൊരു ചാവേർ സ്ഫോടനം ഇപ്പോൾ തെഹ്രീക്കെ താലിബാൻ നടത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഹെവി ഗൺഫയറും മൾട്ടിപ്പിൾ എക്സ്പ്ലോഷൻസും അവിടെ നിന്ന് കേൾക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വളരെ വൈറലായിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ്റെ മന്ത്രിയായിട്ടുള്ള മുത്താക്കി ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് പാകിസ്ഥാന് ഒരു വലിയ താക്കീത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഡു നോട്ട് ടെസ്റ്റ് ദ പേഷ്യൻസ് ഓഫ് ദ അഫ്ഗാൻ പീപ്പിൾ, ഡു നോട്ട് പ്രൊവോക്ക് ദം ടു മച്ച് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അഫ്ഗാൻ്റെ ജനങ്ങളുടെ ഒരു പേഷ്യൻസ്, ഒരു ക്ഷമ നിങ്ങൾ പാകിസ്ഥാൻ പരീക്ഷിക്കരുത്, നമ്മളെ നിങ്ങൾ പ്രൊവോക്ക് ചെയ്തല്ല, അതായത് നമ്മളെ നിങ്ങൾ പ്രകോപിപ്പിക്കരുത് എന്നാണ് അഫ്ഗാനിസ്ഥാൻ മന്ത്രി പറഞ്ഞത്. പോരാത്തതിന് ആസ്ക് ദ ബ്രിട്ടീഷ്, ആസ്ക് ദ സോവിയറ്റ്സ്, ആസ്ക് അമേരിക്ക, ആസ്ക് നാറ്റോ, ദേ വിൽ ടെൽ യു വാട്ട് ഹാപ്പൻസ് വെൻ യു പ്ലേ ഗെയിംസ് വിത്ത് അഫ്ഗാനിസ്ഥാൻ. അതായത് അമേരിക്കയോടും നാറ്റോയോടും ബ്രിട്ടനോടും ചോദിക്കൂ, അഫ്ഗാനിസ്ഥാനോട് കളിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വമ്പൻ ഒരു ആക്രമണമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.